ഇന്ന് നമുക്ക് ഒരു ചൈനീസ് നാടോടി കഥയായാലോ? ലീയും ഹോങ്ങും. ലീയും ഹോങ്ങും അയൽക്കാരായിരുന്നു. ലീ നല്ലവനും ഹോങ് അറുപിശുക്കനുമായിരുന്നു. ഒരു ദിവസം ഹോങ്ങിൻ്റെ മകന് ഒരു മോഹം തോന്നി. കോഴിക്കറി കഴിക്കണം, കോഴിക്കറി വേണം. അവൻ വാശി പിടിച്ച് കരഞ്ഞു. സഹികെട്ട ഹോങ് കോഴിയെ വാങ്ങാനായി പുറത്തിറങ്ങി. അപ്പോഴാണ് അയാൾ അത് കണ്ടത്. ലീയുടെ മുറ്റത്ത് കുറേ കോഴികൾ നടക്കുന്നു. ഒരു കോഴിയെ വാങ്ങണമെങ്കിൽ എത്ര പണം കൊടുക്കണം? ഈ കോഴികളിൽ ഒന്നിനെ പിടിച്ചാൽ ആ പണം ലാഭമായില്ലേ? പിശുക്കൻ ഹോങ് ആലോചിച്ചു. ഉടനെ ലീയുടെ ഒരു കോഴിയെ അയാൾ പിടിച്ച് മകന് കറി വെച്ചു കൊടുത്തു. അന്നു രാത്രി ഹോങ്ങിൻ്റെ മകന് പനി പിടിച്ചു. വൈദ്യരെ കാണാൻ എത്ര പണം ചെലവാകുമെന്നോ? ഈ പനിയൊക്കെ 2 ദിവസം കഴിയുമ്പോൾ മാറും. ഹോങ് ഭാര്യയെ സമാധാനിപ്പിച്ചു. പക്ഷേ ഉറങ്ങാൻ കിടന്ന ഹോങ് വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു വ്യാളി പ്രത്യക്ഷപ്പെട്ട് ഹോങ്ങിനോട് പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ ലീ നിന്റെ മുഖത്തു നോക്കി കള്ള എന്ന് വിളിക്കണം, ഇല്ലെങ്കിൽ നിന്റെ മകൻ ഒരു കോഴിയായി മാറും. ഞെട്ടിയുണർന്ന ഹോങ് ചാടി എണീറ്റു. ലീ എന്നെ കള്ള എന്ന് വിളിക്കണമെങ്കിൽ ലീയോട് സത്യം തുറന്നു പറയേണ്ടി വരും. അതിനു പകരം ലീ മറ്റാരെയെങ്കിലും കള്ള എന്ന് വിളിച്ചാലും മതിയായിരിക്കും, ഹോങ് ചിന്തിച്ചു. അങ്ങനെ ലീയെ കൊണ്ട് ആരെയെങ്കിലും കള്ള എന്ന് വിളിപ്പിക്കാനുള്ള ശ്രമത്തിലായി ഹോങ്. അയാൾ പറഞ്ഞു, ലീ, നിന്റെ കറുത്ത പൂവൻ കോഴിയെ മോഷ്ടിച്ചത് ആ ചാങ്ങാണ്. അവനെ നീയൊന്ന് ഉറക്കെ കള്ള എന്ന് വിളിച്ചോ? എന്നാൽ ലീ സമ്മതിച്ചില്ല. അവൻ കോഴിയെ എടുത്തിരിക്കാം, പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ അവനെ കള്ളനെന്ന് വിളിക്കില്ല. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഹോങ് ലീക്ക് മുൻപിൽ സത്യമെല്ലാം തുറന്നു പറഞ്ഞു. ലീ, എന്നെ ഉറക്കെ കള്ള എന്ന് വിളിക്കണേ, അല്ലെങ്കിൽ എൻ്റെ മകൻ. ഹോങ്ങിനോട് ദയ തോന്നിയ ലീ അയാളുടെ മുഖത്തു നോക്കി ഉറക്കെ വിളിച്ചു, കള്ള. ഹോങ്ങിന് സമാധാനമായി. ലീയോട് നന്ദി പറഞ്ഞ് ഹോങ് തിരികെ വീട്ടിലെത്തി. അത്ഭുതം! അതാ മകൻ്റെ പനിയെല്ലാം മാറിയിരിക്കുന്നു. ഇനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്നും അനാവശ്യമായി പിശുക്കു കാണിക്കില്ലെന്നും അതോടെ ഹോങ് തീരുമാനിച്ചു.